ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യാത്രക്കാർക്ക് നോമ്പ് തുറക്കുള്ള വിഭവ സമൃദ്ധമായ പാനീയങ്ങളും പലഹാരങ്ങളും പാക്ക് ചെയ്ത് കാത്തുനിൽക്കുകയാണ് മലപ്പുറം വാഴക്കാട്ടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിക്കായ വളണ്ടിയർമാർ. ഊട്ടി കോഴിക്കോട് സംസ്ഥാന പാത കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ യാത്രക്കാർ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് മലപ്പുറം വാഴക്കാട്. ബസ് യാത്രക്കാർ, മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ എന്നിവർക്ക് നോമ്പ് തുറക്കുള്ള വിഭവ സമൃദ്ധമായ പാനീയങ്ങളും പലഹാരങ്ങളും പാക്ക് ചെയ്ത് റോഡിൽ നിന്ന് തന്നെ വിതരണം ചെയ്യുകയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിക്കായ വളണ്ടിയർമാർ. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ വാഴക്കാട് വെച്ചിട്ട് വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുന്നതാണ് ഇഫ്താർ ടെന്റ്. ദിനേന 150ഓളം ആളുകൾക്ക് നമ്മൾ ഈ 4 വർഷമായിട്ട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുന്നുണ്ട്. നോമ്പ് തുറക്കാനുള്ള കാരക്ക, ഈത്തപ്പ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം, സമൂസ അടക്കമുള്ള വിഭവങ്ങളാണ് നമ്മൾ ദിനേന നൽകിക്കൊണ്ടിരിക്കുന്നത്. 4ാം പ്രാവശ്യമാണ് നമ്മളെ മേഖലയിൽ നടത്തപ്പെടുന്നത്. കടന്നപ്പാറ മേഖലയിൽ 2 സ്ഥലത്താണ് ഇഫ്താർ നടത്തുന്നത്. ഒന്ന് വാഴക്കാടും അതുപോലെ ഒന്ന് പൊന്നാടുമാണ്. പൊന്നാട് പള്ളിൻ്റെ പരിസരത്ത്. ഇത് സ്പോൺസർഷിപ്പായിട്ട് ഇതിനെ പൈസ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റിലെ വർഷം ഓരോ വ്യക്തികളിൽ നിന്ന് സ്വരൂപിക്കലായിരുന്നു. പിന്നെ മുതൽ റമദാനിലെ ഫസ്റ്റിലെ 2ാമത്തെ തറാവീൻ്റെ രാത്രി എടുക്കുന്ന കളക്ഷനിൽ എത്രയോ കിട്ടുന്നതനുസരിച്ച് 60 മഹല്ലുകളുണ്ട്. 60 മഹല്ലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫണ്ട് സ്വരൂപിക്കുന്നത്. വാഴക്കാട് അസാസ് മസ്ജിദിന് മുൻവശത്താണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കൈ കാണിച്ചു നിർത്തി എല്ലാവർക്കും നോമ്പുതുറയ്ക്കുള്ള വെള്ളവും കാരക്കയും ഫ്രൂട്ട്സുകളും പലഹാരങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളിൽ സെറ്റ് ചെയ്താണ് ഇവർ വിതരണം ചെയ്യുന്നത്. വർഷങ്ങളായി വിക്കായ വളണ്ടിയർമാർ ഇവിടെയുണ്ട്.